വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാനിപൂരി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുറേ നാളായി വിചാരിക്കുന്നത് പാനിപൂരി ഉണ്ടാക്കണം എന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ചാറ്റ് മസാല പിന്നെ പാനിപൂരി ബോൾസൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെക്കണേണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ആദ്യം തന്നെ മിൻറ്റ് വാട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് പുളി, ഇഞ്ചി, പിന്നെ പച്ചമുളകുമാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഉപ്പ് നമുക്ക് ഇപ്പം തന്നെ ചേർക്കണമെന്നില്ല, ഇത് അരച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി. നമ്മൾ അരച്ചെടുത്ത പേസ്റ്റിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കണം കേട്ടോ. നല്ല തണുത്ത വെള്ളം വേണം ചേർക്കാൻ. അതിലേക്ക് കുറച്ച് അരി മസാലയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. പിന്നെ അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് സവാളയും പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി നല്ലപോലെ അരിഞ്ഞ് വെച്ചത് മിക്സ് ചെയ്ത് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി അതുപോലെ തന്നെ ചാറ്റ് മസാല ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് കുറച്ച് നേരം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ മതി, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ട. അപ്പോൾ നമ്മളിനി അടുത്തത് പുളി വെച്ചിട്ടുള്ള അടുത്ത വെള്ളം ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുതിർത്തി വെച്ച പുളി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ശർക്കര, നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലും വേണമെങ്കിൽ നമുക്ക് ചാറ്റ് മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ പാനിപൂരിയുടെ റെസിപ്പി. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.